എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ലോൺ ആപ്പുകളെക്കുറിച്ചാണ്. ലോൺ ആപ്പുകളിൽ കുടുങ്ങിക്കൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ന് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ആപ്പുകളാണെങ്കിൽ ലോൺ ആപ്പുകളല്ലാതെ മറ്റ് ആപ്പുകളൊക്കെ നമ്മൾ ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ കൂടെയുണ്ട് എന്നുള്ള കാര്യം ഒരു സംശയവുമില്ല. ഓരോ കാരണവശാലും നമ്മളത് തലവെക്കരുത് എന്നാണ് എളിയ അഭ്യർത്ഥന. ഒരാളും വെറുതെ ഒന്നും നമുക്ക് ചെയ്തു തരുന്നില്ല എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത്തരം ആപ്പുകളിൽ കുടുങ്ങുന്നില്ല. എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ലോൺ ആപ്പുകൾ വഴി എന്തെങ്കിലും വാങ്ങുന്നതിനൊക്കെ വേണ്ടി അവർ ലോൺ എടുക്കുകയും യാതൊരുവിധ മാനദണ്ഡങ്ങളുമില്ലാതെ ലോൺ കൊടുക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ഇവരെ മാനസികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുകയും പിന്നീട് ആത്മഹത്യയിലേക്ക് അവരെ ചെന്നെത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും ഇത്തരം ആപ്പുകൾ കുടുങ്ങുന്ന ആളുകളുടെ എണ്ണം ഇപ്പോഴും ക്രമാതീതമായിട്ട് വർദ്ധിക്കുന്നു. പ്രത്യേകിച്ച് വീട്ടമ്മമാരാണ് ഇതിൽ കുടുങ്ങുന്ന ആളുകൾ ഏറെയും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇത്തരം കേസുകൾ കൂടുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. പലപ്പോഴും ഇത്തരത്തിലുള്ള ഫോൺ കോളുകൾ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ടു കാര്യങ്ങൾ വ്യക്തമായി പറയാം. ഒന്ന്, ഇങ്ങനെ ആരെങ്കിലും വിളിച്ചാൽ ഒരു ലോക്കൽ നമ്പർ ആയിരിക്കും നമുക്ക് കാണുന്നുണ്ട്. അവന് സിം ബോക്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരുപാട് സിമ്മുകൾ ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൽ ഇന്റർനെറ്റ് വഴി വരുമ്പോൾ ഇന്റർനാഷണൽ കോൾ ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ വരുന്നത് ഒരു ലോക്കൽ കോൾ ആയിരിക്കും. ഈ കോൾസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിലോട്ട് തിരിച്ചു വിളിച്ചാൽ 90% കേസുകളിൽ ഈ നമ്പർ പ്രവർത്തനരഹിതമായിരിക്കും. അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇങ്ങോട്ട് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളെ എന്റർടൈൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം. ഏത് നമ്പറിൽ ഇങ്ങോട്ട് വിളിച്ച് എന്ത് ഓഫർ വന്നാലും തിരിച്ചങ്ങോട്ട് വിളിക്കാം എന്ന് പറയുകയും അത് തിരിച്ച് നമ്മുടെ ബാങ്കിങ് നമുക്ക് എല്ലാവർക്കും ഒരു ബാങ്ക് അക്കൗണ്ട് എവിടെയെങ്കിലും കാണുമല്ലോ. അപ്പം ആ ബാങ്കിങ് സംവിധാനം വഴി ഇത് വെരിഫൈ ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം നമ്മൾ ആദ്യമായിട്ട് പാലിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനധികൃതമായിട്ട് അല്ലെങ്കിൽ ഡൗൺലോഡ് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം. അനധികൃതം അതായത് പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറും വഴിയുള്ള ഡൗൺലോഡ് അല്ലാതെ വേറെ ഒന്നിനും നമ്മൾ താല്പര്യം കാണിക്കരുത്. ആപ്പ് സ്റ്റോറിൽ പൊതുവെ കുറവാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ എങ്കിൽ പോലും പ്ലേ സ്റ്റോറിൽ അത് ആൻഡ്രോയിഡ് സംവിധാനത്തിലാണ് ഇത് കൂടുതൽ നടക്കുന്നത്. പിന്നെ ഈ തരത്തിൽ ആരും വെറുതെ നമുക്കൊന്നും തരും, നമുക്ക് എന്തെങ്കിലും സൗജന്യം ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ദേ വിൽ എക്സ്ട്രാക്ട് ദ പൗണ്ട് ഓഫ് ഫ്ലഷ് എന്ന് പറയും. അതുപോലെയാണ് വെറുതെ ആരും ഒന്നും തരുന്നില്ല എന്നുള്ളത് ഉറച്ച വിശ്വാസമായിരിക്കണം. സർക്കാർ സംവിധാനങ്ങൾ അതായത് NBFCകൾ, പിന്നെ ഷെഡ്യൂൾ ബാങ്ക്, നാഷണലൈസ്ഡ് ബാങ്ക്, ഇത്തരം ബാങ്കുകളിലൂടെയുള്ള സംവിധാനം കോപ്പറേറ്റീവ് സെക്ടറിലും ആകാം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയുള്ള അല്ലാതെയുള്ള വായ്പകൾ അത് പലപ്പോഴും പെട്ടെന്ന് കിട്ടാനായിട്ട് സൗകര്യപ്പെടുന്നില്ലെങ്കിലും കിട്ടുന്നത് നമുക്ക് ഒരു ഈടോട് കൂടിയാണ് കിട്ടുക. നമുക്കൊരു മിനിമം ഗ്യാരണ്ടി അതിനുണ്ട്. ആ ഗ്യാരണ്ടി ഇല്ലാത്ത ഒരു തരത്തിലുള്ള വായ്പയ്ക്കും പ്രത്യേകിച്ച് ഓൺലൈനിൽ വശംവദരാവാതിരിക്കുക എന്നുള്ളതാണ് സൈബർ ഓപ്പറേഷൻസ് മേധാവി എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്.